ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഹെറ. വെൽക്കം ടു മൈ ചാനൽ നോട്ടി കിഡ്സ്. നമ്മൾ തെന്നാലി രാമൻ്റെ കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പുതിയ തെന്നാലി രാമൻ്റെ കഥയിലേക്ക് പോകാം. പ്പോൾ രാമന് ഒരേ ഒരു ചിന്ത. വിജയനഗരത്തിലെത്തി കൃഷ്ണദേവരായ ചക്രവർത്തിയുടെ പ്രീതി സമ്പാദിക്കണം. അങ്ങനെ കൊട്ടാരത്തിലെ അന്തേവാസിയാവണം. ആഗ്രഹം കൊള്ളാം, പക്ഷെ എങ്ങനെ സാധിക്കാനാണ്? രാമൻ അതിനിടെ വിവാഹം കഴിച്ചു. ഒരു ആൺകുട്ടിയും ജനിച്ചു. എന്നിട്ട് രാമന്റെ മോഹം മാത്രം അടങ്ങിയില്ല. കൊട്ടാരത്തിൽ അന്തേവാസിയായിട്ട് തന്നെ കാര്യം. ആയിടയ്ക്ക് രാജപുരോഹിതൻ മംഗലഗിരിയിലെ പ്രശസ്തമായ ദേവീക്ഷേത്രത്തിലെത്തി. ഭജനമെടുക്കാൻ വന്നതാണ് അദ്ദേഹം. രാമൻ ഈ വിവരം അറിയുന്നു. തെന്നാലിയുടെ അടുത്തുള്ള പ്രദേശമാണ് മംഗലഗിരി. ഈ അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തണം. എങ്ങനെയെങ്കിലും രാജപുരോഹിതന്റെ പ്രീതി സമ്പാദിക്കണം. തെന്നാലി രാമൻ മനസ്സിൽ കണക്ക് കൂട്ടി. രാമൻ രാജപുരോഹിതനെ കണ്ട് ആഗ്രഹം പറഞ്ഞു. മഹാശൂത്രശാലിയായിരുന്നു രാജപുരോഹിതൻ. മംഗലഗിരിയിലെ താമസക്കാരൻ. ജോലിയെല്ലാം ചെയ്യിക്കാൻ ഇവനെ കൊള്ളാം. ഇവനെ വിട്ടുകൂടാ, കൂടെ നിൽക്കട്ടെ. കൊട്ടാരത്തിലെ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് ഈ വിഡ്ഢിയോട് പറഞ്ഞാൽ മതിയല്ലോ, അയാൾ ചിന്തിച്ചു. രാമനാകട്ടെ കൊട്ടാരത്തിലെ അന്തേവാസിയായിട്ട് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരുന്നു. അവർ രാജപുരോഹിതന്റെ ശുശ്രൂഷകനായി മംഗലഗിരിയിൽ തങ്ങിക്കൂടി. മനസ്സു നിറയെ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. രാജപുരോഹിതന്റെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്തു. ലിംഗപുരാണം എന്നൊരു കാവ്യം രാമൻ എഴുതിയിരുന്നു. വളരെ വിശിഷ്ടമായ ഒരു കൃതിയായിരുന്നു അത്. അവൻ ആ കൃതി രാജപുരോഹിതനെ വായിച്ചു കേൾപ്പിച്ചു. രാജപുരോഹിതന് അസൂയ തോന്നി. എത്ര വിശിഷ്ടമായ കവിത! പാണ്ഡിത്യവും ഭാവനയും തുളുമ്പി കൈകോർത്തി നിൽക്കുന്നു. രാമനെ അഭിനന്ദിച്ചുകൊണ്ട് രാജപുരോഹിതൻ പറഞ്ഞു, നീ എല്ലാം കൊണ്ട് കൊട്ടാരവാസിയാവാൻ യോഗ്യനാണ്. ചക്രവർത്തിക്ക് നിന്നെ ഇഷ്ടമാകാതിരിക്കില്ല. ഇതൊക്കെ പറഞ്ഞു ഈ തിരുമടനെ പറ്റിക്കണമെന്നായിരുന്നു രാജപുരോഹിതന്റെ ചിന്ത. രാമൻ മുറുതെറ്റാതെ രാജപുരോഹിതന്റെ വീട്ടുപണി ചെയ്തു കൊടുത്തു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാജപുരോഹിതൻ രാമനോട് പറഞ്ഞു, രാമാ, ഞാനിതാ മടങ്ങുകയാണ്. വിജയനഗരത്തിലെത്തിയാൽ ഉടൻ ആളെ അയക്കാം. നീ അങ്ങോട്ട് വന്നാൽ മതി, ഞാനെല്ലാം ഏറ്റു. നിറ കണ്ണുകളോടെ അവൻ രാജപുരോഹിതൻ നോക്കി നിന്നു. എങ്കിലും മനസ്സ് നിറയെ അജ്ഞാതമായ സന്തോഷം അവനുണ്ടായിരുന്നു. താമസിക്കാതെ താനും കൊട്ടാരത്തിലെ അന്തേവാസിയാകുമല്ലോ. പക്ഷെ രാമന്റെ പ്രതീക്ഷ അസ്തനത്തിലായി. നീണ്ട കാത്തിരിപ്പ് കഴിഞ്ഞപ്പോൾ രാമൻ ഒരു കാര്യം മനസ്സിലായി. രാജപുരോഹിതൻ തന്നെ വഞ്ചിക്കുകയായിരുന്നു. രാമൻ വളരെ നിരാശമായി. വിട്ടുകൊടുക്കുന്ന പ്രകൃതക്കാരനല്ലായിരുന്നു രാമൻ. ഭാര്യയും കുട്ടിയുമായി അവൻ വിജയനഗര സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു. വളരെ ദുർഘടമായ ഒരു യാത്രയായിരുന്നു അത്. ഒടുവിൽ രാമൻ രാജപുരോഹിതന്റെ ഗൃഹത്തിലെത്തി. ഭക്തനെ കണ്ട് കാര്യം പറഞ്ഞു. തെന്നാലിൽ നിന്ന് വരുന്ന രാമനാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ യജമാനനെ കാണണം. വൃത്യൻ ഈ വിവരം പുരോഹിതനെ അറിയിച്ചു. അപ്പോൾ രാജപുരോഹിതൻ പറഞ്ഞു, ഞാൻ തെന്നാലിയിൽ നിന്നുള്ള രാമനെ അറിയില്ല. എനിക്ക് അയാളെ കാണുകയും വേണ്ട. നടന്ന കാര്യം വൃത്യൻ രാമനെ അറിയിച്ചു. രാമൻ നേരെ അകത്തേക്കു കയറി. രാജപുരോഹിതൻ അവിടെ സന്തോഷകരമായി കുശലം പറയുകയായിരുന്നു. രാമൻ ആരെയും കവലിച്ചില്ല. ശരം കനിപ്പിച്ച തന്നെ രാജപുരോഹിതനോട് പറഞ്ഞു, ഞാൻ തെന്നാലിയിൽ വന്ന രാമനാണ്. മംഗലഗിരിയിൽ അങ്ങേക്ക് വീട് പണി ചെയ്ത ഞാനാണ്. അന്ന് എന്നോട് പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കുന്ന കാര്യത്തിലാണ് എത്തിയിരിക്കുന്നത്. രാജപുരോഹിതൻ കോപം കൊണ്ട് ചുമന്നു. അയാൾ വൃദ്ധനെ വിളിച്ചു, ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാളെ അടിച്ചു പുറത്താക്കൂ. രാമൻ രാജപുരോഹിതന്റെ ഗൃഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. രാമന് വലിയ നിരാശയും വ്യസനവും തോന്നി. ചതിയൻ, വഞ്ചകൻ, ഇയാളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കീർച്ച. രാമൻ പ്രതിജ്ഞ എടുത്തു. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത തെന്നാലി രാമൻ കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങൾ കാത്തിരിക്കണേ.